മിണ്ടണ്ട നീ എന്റെ അടുത്ത്. അത് പറഞ്ഞാ പറ്റൂല. മിണ്ടണ്ടെന്ന് പറഞ്ഞാ മിണ്ടണ്ട. ഓ, രാവിലെ ഭാസ്യങ്ങളായിട്ട് വഴക്കിട്ടിട്ട് വരുന്ന വരവാണല്ലേ? ഓ, ബാസ്യങ്ങള് വല്ലാത്തൊരു അങ്കിള് തന്നെ. ഇങ്ങനെ പോവാണെങ്കിലുണ്ടല്ലോ ബാസ്യങ്ങളൊരു പാഠം പഠിപ്പിക്കും ഞാൻ. എത്ര പാഠം പഠിപ്പിച്ചാലും അങ്കിൾ അങ്കിളിന്റെ വഴി കൂടെ പോകും. അങ്കിൾ ഇങ്ങനെ അങ്കിളിന്റെ വഴിക്ക് പോവാണെങ്കിലേ അങ്ങ് പ്രാവച്ചമലത്ത് ഒരു ജീവിച്ചാ മതി. തൊട്ടുകാര് തന്നെ എല്ലാം കള്ള കൂട്ടങ്ങളാണ്. കാണുമുള്ള സ്നേഹവും കെട്ടിപ്പിടുത്തോ എല്ലാത്തിനും എനിക്ക് മനസ്സിലായി. എന്തു പറ്റി? എടാ, ഞാൻ തിരുവല്ലയിൽ വന്നിട്ട് എത്ര ദിവസമായി? നിങ്ങൾ ആരെങ്കിലും ഒരാൾ അവിടെ വന്ന് എന്നെ പറ്റി എന്തെങ്കിലും അന്വേഷിച്ചോ? ആ ലച്ചുവിനെ തന്നെ ഞാൻ 4-5 പ്രാവശ്യം വിളിച്ചായിരുന്നു. ചേച്ചി എന്നിട്ട് ഫോൺ എടുത്തില്ലേ? ഇല്ലേ, ചേച്ചി കുഴപ്പമുള്ളത് പോയി കിടക്കുന്നുണ്ടോ പറയാൻ പറ്റില്ല. കുറെ ദിവസമായി നമ്മളും കണ്ടിട്ട്. അപ്പം അങ്ങനെ അതൊക്കെ ഞാൻ വിളിച്ചപ്പോൾ അവളെ അടുത്ത് പറഞ്ഞു ഉൾപ്പെടുത്താന്നൊക്കെ ഉള്ളത്. സംഭവം എനിക്ക് അറിയായിരുന്നു. ആന്റി ഇവിടെ വന്നാലും ഞാൻ അറിഞ്ഞാണ്. ഞാൻ ആന്റിയെ കാണാൻ വേണ്ടി ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയതാണ് അങ്ങോട്ട് വരാൻ. എന്നിട്ട് എന്ത് വഴി തെറ്റിപ്പോയാ? ഓ, മെർലിന്റെ വീട് വഴി പോയി കാണും അല്ലേ? എന്താ ആന്റി അല്ലെ ഇങ്ങനെ എല്ലാരും മെർലിന്റെ കാര്യം പറഞ്ഞാണ് എന്നെ കളിയാക്കണത്. ആന്റി കൂടെ അങ്ങനെ പറയല്ലേ? ഞാൻ പറഞ്ഞിട്ട് വേണം. ഇപ്പൊ പറ, എന്താണ് ഇപ്പോഴത്തെ പ്രശ്നം? ബാസ്യങ്ങൾ വല്ല പുതിയ നമ്പർ ഇറക്കിയ? പുതിയ നമ്പറൊന്നും അല്ല, പഴയ പോലെ ഒന്നും അല്ല. അങ്ങേരും ഭയങ്കര മോശമാണ് ഇപ്പൊ. അന്ന ബാസ്യങ്ങള് ആ പേരെടുത്ത് പറഞ്ഞു പോരുന്നു. ആന്റി, ബാസ്യങ്ങൾ എന്തായാലും ചെറിയ വല്ല നമ്പർ ഇറക്കി പിടിച്ചിരിക്കത്തേ ഉള്ളൂ. അല്ലാതെ വലിയ കളി കളിക്കാനുള്ള പ്രാണിയൊന്നും ബാസ്യങ്ങളില്ല. അത് ഉറപ്പാണ്. ഇപ്പൊ പഴയ നമ്പറൊന്നും അല്ല. കാണിച്ച കൂട്ടൊന്നും പുറത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ആഹാ, ഇതാര് പുഷ്പയോ? ഇരിക്ക്. പുഷ്പ, நேத்துக்கு தான் நான் பாசி அண்ணாவை பத்தி நினைச்சேன். அப்ப உங்களை பத்தியும் நினைச்சேன். திடீர்னு இங்க இருக்கீங்க, ரொம்ப சந்தோஷம். കൊച്ചേ, നിന്നെ പറ്റി ഒരു നല്ല കൊച്ചാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഈ പിള്ളേരെ കൂടെ കൂടിയിട്ടുണ്ടല്ലോ, കള്ള നമ്പർ പറഞ്ഞാലുണ്ടല്ലോ ശരിയാക്കി തരും ഞാൻ. ஐயோ, என்ன புஷ்பா என்ன பத்தி இப்படி எல்லாம் சொல்றீங்க? ബാസ്യങ്ങളോട്ട് എന്തോ അടി ഉണ്ടാക്കിട്ട് വന്നേക്കും. എടാ കേശു, ബാസ്യങ്ങളുടെ പേര് പറയരുത്. പേര് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വരുവാണ്. എന്റെ കൊച്ചെ, ഈയിടെയായിട്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ. ഇപ്പൊ ഇതെന്തോ പറ്റി? ആന്റിയെ പറ്റി ആന്റിയുടെ പൈസ എടുത്ത് അങ്കിള് കുടിച്ചാണ്. ആന്റി, ഇത് സ്ഥിരം പരിപാടിയല്ലേ? എല്ലപ്പോഴും അല്ലേ അങ്ങൾ അടിക്കാറുള്ളൂ. വിട്ടേക്ക് പോട്ട്. എന്തിനു വല്ലപ്പോഴും ആക്കുന്നത്? ഡെയിലി ഇരുന്ന് കുടിക്കട്ട്. പക്ഷെ ഉണ്ടല്ലോ, എന്തെങ്കിലും വയ്യായി വന്നാ ഞാൻ തിരിഞ്ഞു നോക്കൂല. സത്യം. കൊച്ചെ, നീ കാര്യം എന്താന്ന് വെച്ചാ തെളിച്ച് പറ. കാര്യം പറയാൻ കൊള്ളത്തില്ല അമ്മേ, പിള്ളേരൊക്കെ നിൽക്കുന്നു. ആന്റി ആന്റി അത് കാര്യമാക്കണ്ട. ആന്റി പറഞ്ഞോ? പാറു, മിണ്ടാതെ തന്നെ. പുഷ്പ, என்ன விஷயம் சொல்லுங்களேன். എന്റെ കൊച്ചെ, കാര്യം എന്തോന്ന് പറ. മുമ്പ് എന്നെ പറ്റിച്ച് കള്ളുകൂടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈയിടെയായിട്ട് പിള്ളേര് നിൽക്കുന്നു. ഓ, ആ പുഷ്പ വന്നേ. ആ, വാ ആന്റി വാ. ഹലോ, എവിടെ പോവാ? കാര്യം അറിയണ്ടേ? അവിടെ നിൽക്ക് മര്യാദക്ക്. പിന്നെ കാര്യം അറിയണ്ടേ? മിണ്ടി പോവരുത് കേട്ടോ. പുഷ്പ വന്നേ. പുഷ്പാന്റെ ഒന്നേ എന്തിടാ? ഒന്നുമില്ല. പോകൂ. അതെ, അവിടെ ചെന്നിട്ട് എന്തരാണോ കേൾക്കണേ ഇത് അതേപോലെ ഇവിടെ ഒന്ന് പറയണം. ചേട്ടാ, എന്തായിരിക്കും കാര്യം? സംഭവം മിക്കവാറും മതി. Kannan Devi Group presents West Zone Flowers Aka Ponnunakazha 2025.